ഹായ്, പ്രിയാസ് ലൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐലൻഡ് കേക്കാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ വീഡിയോയിലെടുക്കാം. ഐലൻഡ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ലെയറിലും ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്ക് ഈ കേക്ക് ഐലൻഡിൻ്റെ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൗണ്ടൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കേക്കിൻ്റെ പീസസ് ഇച്ചിരി ഗണാഷിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ മല പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് മൗണ്ടൻസ് ഇതിൽ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ കേക്ക് ഫുള്ളായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോവാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മീതെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലും വെക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ജലാറ്റിൻ മിക്സ്ചർ റെഡിയാക്കാൻ പോവാണ്. ഞാനൊരു പാത്രത്തിലേക്ക് 120 ഗ്രാം ജലാറ്റിൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. സാധാരണ തണുത്ത വെള്ളമാണ്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേനും ഈ ജലാറ്റിനൊക്കെ നന്നായിട്ട് ബ്ലൂം ചെയ്ത് വന്നോളും. ഈ സമയത്തിന് നമ്മളൊരു ഷുഗർ മിക്സ്ചർ ഉണ്ടാക്കി വെക്കണം. 3/4 കപ്പ് പഞ്ചസാര ഒരു 600 മില്ലി വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലൂ ജെൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഓഷ്യൻ്റെ കളറിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് കളർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് ചൂടോടെ കൂടി ഒഴിക്കരുത്. ഇത് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഫോം ടിന്നിൻ്റെ ആ റിങ് എടുത്ത് വെക്കുകയാണ്. ഞാൻ ഈ കേക്ക് വയ്ക്കുന്ന ടേൺ ടേബിള് ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫോണ്ടൻ്റ് വെച്ച് നമ്മൾ കുറച്ച് സ്റ്റാർ ഫിഷും ചെറിയ 2-3 മീനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
ഈ പ്ലാസ്റ്റിക് റാപ്പ് നമ്മളിനി ഈ സൈഡിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഇപ്പം നമ്മുടെ ജലാറ്റിൻ മിക്സ്ചർ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇത് നമുക്ക് പയ്യെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഈ മൗണ്ടെയിൻസ് ഒക്കെ പൊങ്ങി നിൽക്കണം. ബാക്കി സ്ഥലത്തൊക്കെ ഇത് വെച്ച് നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്യുവാണ്. ഞാനിനി നാളെ രാവിലെയാണ് ഇത് എടുത്ത് ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ. അപ്പം നമുക്കിത് പയ്യെ പയ്യെ കുറച്ചീശയായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റ് വെച്ചതേ ഉള്ളൂ. എനിക്ക് രാത്രി ഷൂട്ട് ചെയ്യാൻ സമയമില്ലാഞ്ഞിരുന്നതുകൊണ്ട് ഇത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഈ നമ്മൾ ഒട്ടിച്ച സെല്ലോ ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. മൗണ്ടൻ്റെ മീതെ ഒരു പച്ചപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2-4 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ കളറ് ചേർക്കാൻ പോവാണ്. ഞാൻ ഗ്രീനിൻ്റെ 2 വേരിയേഷൻസിൽ ഒരെണ്ണം ഡാർക്കായിട്ടും ഒരെണ്ണം ലൈറ്റായിട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡ് ഈ ജെല്ലിയുള്ള 2 സൈഡും ക്ലിംഗ് ഫിലും വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റ് മൗണ്ടൻ്റെ മീതെ ഇടാൻ പോവാണ്. ഞാൻ കുറച്ച് എഡിബിൾ ഗ്ലൂ ഈ മൗണ്ടൻ്റെ മീതയിലോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ബിസ്ക്കറ്റ് നന്നായിട്ട് അങ്ങ് ഒട്ടിയിരുന്നോളും. നിങ്ങളുടെ കയ്യിൽ എഡിബിൾ ഗ്ലൂ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് തേച്ചാലും മതി, മെൽറ്റ് ചെയ്തത്. ഇനി ഞാൻ ബീച്ചിൻ്റെ സൈഡിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കളറ് ചേർക്കാത്തത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐലൻഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്